ഓസ്കാർ അവാർഡ് ആദ്യമായി നൽകി തുടങ്ങി. ലോക സിനിമാ രംഗത്തെ ഏറ്റവും പ്രശസ്തവും ആദരണീയവുമായ അന്താരാഷ്ട്ര പുരസ്കാരമാണ് ഓസ്കാർ പുരസ്കാരം. 1929 മെയ് 16-നാണ് ഇത് ആദ്യമായി നൽകിയത്. അമേരിക്കയിലെ അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസസ് ആണ് ഇത് നൽകുന്നത്. മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച നടൻ, മികച്ച നടി തുടങ്ങി 20-ലധികം മേഖലകളിൽ ഓരോ വർഷവും ഈ പുരസ്കാരം നൽകി വരുന്നു. ഓസ്കാർ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ഭാനു അത്തയ്യ ആണ്. മികച്ച കോസ്റ്റ്യൂം ഡിസൈൻ വിഭാഗത്തിൽ 1989 ഗാന്ധി എന്ന സിനിമയിലെ വസ്ത്രാലങ്കാരത്തിന് ആണ് പുരസ്കാരം ലഭിച്ചത്. റസൂൽ പൂക്കുട്ടി, AR റഹ്മാൻ, MM കീരവാണി എന്നിവരാണ് ഇന്ത്യക്കാരായ മറ്റ് ഓസ്കാർ ജേതാക്കൾ. ഓസ്കാർ പുരസ്കാരം നേടിയ ആദ്യ മലയാളിയും ഏക മലയാളിയും റസൂൽ പൂക്കുട്ടിയാണ്. ഒരു ഫിലിം റീലിന് മുകളിൽ വാൾ പിടിച്ചു നിൽക്കുന്ന സ്വർണം പൂശിയ മനുഷ്യൻ്റെ വെങ്കല പ്രതിമയാണ് പുരസ്കാരമായി നൽകുന്നത്. ജുങ്കോ താബെ എവറസ്റ്റ് കീഴടക്കിയ ദിനം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിതയാണ് ജുങ്കോ താബെ. 1975 മെയ് 16-നാണ് ജപ്പാൻകാരിയായ ജുങ്കോ താബെ എവറസ്റ്റിൻ്റെ കൊടുമുടിയിലെത്തി ചരിത്രത്തിൽ ഇടം നേടിയത്. 7 ഭൂഖണ്ഡങ്ങളിലെയും ഉയർന്ന കൊടുമുടികൾ കീഴടക്കിയ ആദ്യ വനിതയും ജുങ്കോ താബെയാണ്. ലേഡീസ് ക്ലൈംബിംഗ് ക്ലബ്ബ് ജപ്പാൻ എന്ന സ്ത്രീകൾക്കു മാത്രമായുള്ള മൗണ്ടനിയറിംഗ് ക്ലബിൻ്റെ സ്ഥാപകയുമാണ് ഇവർ. 1932 സെപ്റ്റംബർ 22-ന് ജപ്പാനിൽ ജനിച്ച ജുങ്കോ താബെ 2016 ഒക്ടോബർ 20-ന് അന്തരിച്ചു. മെയ് 16 അന്താരാഷ്ട്ര പ്രകാശ ദിനം. മെയ് 16 അന്താരാഷ്ട്ര പ്രകാശ ദിനമായി ആചരിക്കുന്നു. 1990 മെയ് 16-ന് ഭൗതിക ശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമായ തിയോഡർ മൈമാൻ ലേസർ രശ്മികൾ ഉപയോഗിച്ച് നടത്തിയ വിജയകരമായ പരീക്ഷണങ്ങളുടെ ചരിത്ര നേട്ടത്തെ അനുസ്മരിച്ചുകൊണ്ട് യുനെസ്കോ 2018 മുതൽക്കാണ് മെയ് 16 അന്തർദേശീയ പ്രകാശ ദിനമായി ആചരിക്കുന്നത്. ശാസ്ത്രം, സംസ്കാരം, കല, വിദ്യാഭ്യാസം, സുസ്ഥിര വികസനം തുടങ്ങിയ മേഖലകളിൽ പ്രകാശം വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് അവബോധം വളർത്തുകയാണ് ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. വാർത്താവിനിമയം, ആരോഗ്യ പരിപാലനം തുടങ്ങിയ മേഖലകളിൽ ലേസർ രശ്മികളുടെ പ്രാധാന്യമാണ് പ്രകാശ ദിനത്തിൽ പ്രധാനമായും ഓർമ്മിക്കപ്പെടുന്നത്.